സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. വളരെ ദയനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ ഒരു വീഡിയോയുമായാണ് സുഹൃത്തുക്കളുടെ മുമ്പിൽ വരുന്നത്. കാരണം അത്യാവശ്യം ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്ന കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദയനീയാവസ്ഥയാണ്. ഇന്ന് സ്വന്തം അമ്മായിയമ്മയും രോഗബാധിതയായി കിടക്കുന്നു. ഒരു കുഞ്ഞുള്ളത് പൊട്ടിഷൻ ബാധിച്ചിട്ട് അതങ്ങനെ ആ ഒരു ലെവലില് സ്വന്തം ഭർത്താവിന്റെ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പെട്ടെന്നൊരു ബുദ്ധികേട് കാണിച്ചു, പോഷൻ അടിച്ചു, ഐസിയുവിൽ കഴിയുകയാണ്. അവരെ രക്ഷിക്കണമെങ്കിൽ ഡെയിലി 10,000 രൂപ മരുന്നിന് പോലും മാർഗമില്ലാതെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഈ കുടുംബത്ത് വളരെ ദുരിതം അനുഭവിക്കുന്ന ഈ കുടുംബത്തിനെ നിങ്ങൾ സഹോദരങ്ങളൊന്ന് കാണണം. ആ വീഡിയോയിലേക്കാണ് പോകുന്നത്. അമ്മ, എന്താണ് അമ്മയുടെ ആരാണ് ആശുപത്രി കിടക്കുന്ന? സ്വന്തം മരുമകൻ അല്ലേ? എന്താ അദ്ദേഹത്തിന് സംഭവിച്ച? ബുദ്ധിമാസത്തില് എന്തോ അങ്ങനെ ചെയ്തു പോയി ഇല്ലേ? അതിപ്പോ എന്തുകൊണ്ട് ചെയ്തു എന്താണെന്ന് ഒന്നും അറിയില്ല. എന്റെ മകള് എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന? എനിക്ക് 16 ദിവസമായി. 16 ദിവസമായി. എന്താ ഡോക്ടർ പറയുന്നത്? പറയാൻ പറ്റില്ല പറയുന്നത്. സീരിയസ് ഘട്ടമാണ് അല്ലേ? വേറെ ജീവിക്കാൻ മാർഗമില്ല, ചികിത്സയ്ക്കും വഴിയില്ല, ഒന്നുമില്ല അല്ലേ? കാണുന്ന നിങ്ങൾ സഹായിക്കണം എന്നാണ് അമ്മ പറയുന്നത് അല്ലേ? എല്ലാരും കൂടി എനിക്ക് എന്റെ മോള് രക്ഷപ്പെടുന്നത്. വീടുമില്ല, കുടിയുമില്ല, അന്തർധാരത്തിൽ ജീവിക്കുകയാണ്. വയ്യാത്ത കുട്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുക. കാരണം അവര് വളരെ എന്താ പറയാ, ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്കാണ്. തൊട്ടപ്പുറത്ത് സ്വന്തം അമ്മ കിടക്കുക. ആ പയ്യന്റെ നമുക്ക് കാണാം. ഇതാണ് ആ പയ്യന്റെ അമ്മ, അതായത് കുട്ടിയുടെ അമ്മായി അമ്മ. ഇതെന്താ അമ്മയ്ക്ക് പറ്റിയ? കാഴ്ചയില്ല അല്ലേ? കാഴ്ചയില്ല. എന്താ കൈക്ക് പറ്റിയ? വാദത്തിന്റെ ആയിട്ട് വന്നതാണ്. പിന്നെ മാറിയില്ല. ഇപ്പൊ നടക്കാനൊന്നും പറ്റുന്നില്ല അല്ലെ? ഇരിക്കുന്നിടത്ത് തന്നെയാണോ എല്ലാം അല്ലേ? എത്ര വർഷമായി അമ്മയ്ക്ക് ഇങ്ങനെ? 28 വർഷമായി. 28 വർഷം ഇങ്ങനെ കിടപ്പിലാണ് അല്ലേ? 9 വർഷമായി കിടപ്പിലായിട്ട്. അതിന് മുമ്പ് കൃഷിയൊക്കെ നടന്നുകൊണ്ട് ഇപ്പൊ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നല്ലേ? മുമ്പ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ വയ്യ വന്നപ്പോ വീട്ടുപണിക്ക് പോയി. പിന്നെ തീരെ പറ്റാതെയായി. അപ്പൊ അങ്ങനെ ഇരിപ്പായി. ഇപ്പൊ കൈയൊക്കെ എങ്ങനെയാണ് അല്ലേ ഉള്ളത്? അങ്ങനെയാണ്. ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ? ഒന്നും പറ്റില്ല. കാലും കൈയും ഒക്കെ അല്ലേ? അതിന്റെ ഇടയ്ക്ക് ഒരു പട്ടിയും കടിച്ചിട്ട് 2-3 മാസം അതിന് ഒരുപാട് തിരുമ്പാരൊക്കെ. ഇവിടെ കിടക്കുമ്പോഴാണ് പട്ടി വന്ന് കടിച്ച? പട്ടി ഇവിടെ വന്ന് ഇവിടെ നിന്ന് കടിച്ചു. കയ്യിനെ അങ്ങനെ പിടിച്ചു. സുഖമില്ല കിടന്നപ്പോ പട്ടിയും കടിച്ച് ദശയൊക്കെ എടുത്തു എന്നാണ് അമ്മ പറയുന്നത് അല്ലേ? ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. എല്ലാം തുളച്ചു. ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ആരും ഉണ്ടായിരുന്നില്ല അല്ലേ? ഒറ്റയ്ക്കായിരുന്നു ഞാൻ. അതെ. എന്തായാലും അത്രേ സംഭവിച്ചുള്ളൂ. അതേ മറിച്ച് പട്ടികൾ ഒരുപാട് പേരെ കടിച്ചു കൊല്ലുന്ന സമയത്ത് അമ്മയ്ക്ക് ദൈവാധീനം കൊണ്ട് അത്രേ സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ലോണം സംഭവിച്ച. കൈയുടെ ദശയൊക്കെ പോയി അല്ലേ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? ഇപ്പൊ വേദനയുടെ മരുന്ന് കഴിച്ചാലേ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ കിടക്കണം. കാണുന്ന കുടുംബം, കാണുന്ന സുഹൃത്തുക്കൾ, നല്ല മനസ്സിന്റെ ഉടമകൾ ഈ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തവരും ഇവരുടെ അക്കൗണ്ടിലും ആ സ്കാനറിലും നിങ്ങളെ കൊണ്ടാവുന്ന ഒരു ചായയുടെ കാശ് ഈ കുടുംബത്തിനെ സഹായിക്കാൻ നല്ല മനസ്സർ മുന്നോട്ട് വരണം. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ഈ പാവപ്പെട്ട ഈ രോഗബാധിതരായി കിടക്കുന്ന തികച്ചും എല്ലാവരും, മേപ്പോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി എന്ന ലെവലിൽ എങ്ങോട്ടും പോകാനില്ലാണ്ട് വീട് പോലുമില്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ മനസ്സ് കാട്ടണം എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
നമസ്കാരം. എൻ്റെ വീട് വടക്കഞ്ചേരി പുളിമ്പറമ്പ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാനിപ്പോ ഇതിലേക്ക് ഈ വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ ഭർത്താവിന് ഇപ്പോൾ പോയസം കഴിച്ചിട്ട് സുഖമില്ലാതിരിക്കുകയാണ്. അതുപോലെ അമ്മയ്ക്ക് സുഖമില്ലാത്താണ് ഭർത്താവിൻ്റെ. എൻ്റെ മോന് വയ്യാത്താണ്, നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. എൻ്റെ ഭർത്താവാണ് ജോലി ചെയ്ത് ഞങ്ങളെ നോക്കുന്നത്. പക്ഷെ ആൾ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി ഞങ്ങൾക്ക് സ്വന്തം വീടും ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങളിൽ കഴിയാവുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്താണ് സംഭവിച്ച കുടുംബത്തെ? മണികണ്ഠൻ പറഞ്ഞ ഒരാള് കുടുംബം നോക്കുന്ന ആളാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട്, കുടുംബം നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടും പറ്റും. എന്താ വെച്ചാൽ ഡെയിലി പണിക്ക് പോകുന്ന ആളാണ്. ഒരു ദിവസം ഒരു മുടക്കമില്ലാത്ത രീതിക്ക് കുടുംബം നോക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സ് വിഷമിച്ചിട്ട് അവനൊരു തെറ്റ് പറ്റിപ്പോയി. അങ്ങനെ മുന്നോട്ട് വരണം പറഞ്ഞിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ICUയിൽ കിടക്കുന്നത്. 16 ദിവസമായി. പ്രാർത്ഥനയുണ്ട്. അതെ, വഴിയില്ല. ഓരോ ദിവസം പൈസ ഡെയിലി പൈസ 10-12 രൂപന്റെ അടുത്ത് ആകുന്നുണ്ട് ഡെയിലി. ഈ 500 രൂപ പണിയെടുത്ത് ജീവിച്ച ഈ കുടുംബത്തിന് 10,000 രൂപ എവിടെ നിന്ന് കിട്ടാനല്ലേ? കിട്ടില്ല. എവിടെ നോക്കൂ, ആകുന്ന ആൾക്കാരൊക്കെ ഓരോ ആൾക്കാർ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കഴിയുന്നില്ല. എന്താണ് കുറിച്ച് പറയാം? മണി ഇപ്പോ അമ്മയും ചെറിയ കുട്ടിയും വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് കൂലിപ്പണിക്കാരനാണ്. നിത്യവും ആളുടെ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മരുന്ന് ചെലവിനും മറ്റുള്ളതായിട്ട് ആള് കുറെയൊക്കെ ബാധ്യതകൾ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇപ്പൊ തന്നെ ആള് കടത്തില് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആൾക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളെന്തോ ഒരു വിഷമം കൊണ്ട് ചെയ്തതാവാം എന്നാണ്. വർഷങ്ങളായി അമ്മയ്ക്ക് 10 വർഷത്തോളമായി അമ്മ ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കാണ്. അമ്മയെ ആള് തന്നെ നോക്കണം. പിന്നെ ഇപ്പോൾ കൊച്ചിന് ഇപ്പോൾ 6-7 വയസ്സായി. ഓട്ടിസം ബാധിച്ച് അതിന്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ ഈ മണി തന്നെയാണ് നോക്കുന്നത്. വേറെ ആരും സഹായിക്കാനൊന്നുമില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ എന്തോ ഒരു കയ്യബദ്ധം ആൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. മാനസിക വിഷമം കൊണ്ട് ഒരുപാട് ബാധ്യതയിലാണ്. അവന് മരുന്ന് മേടിക്കാനൊക്കെ ചിലപ്പോൾ അത്യാവശ്യം ഞങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളും കൂലിപ്പണിക്കാരാണ്. ആവുന്ന സഹായങ്ങൾ ചെയ്യും. ബാക്കിയുള്ളതൊക്കെ പുറത്തുനിന്ന് ഒരുപാട് കടം മേടിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ കുടുംബം നിലനിർത്തി കൊണ്ടുപോയത്. അവനെ പുനർജീവിച്ച് വരണമെങ്കിൽ അവന് ദിവസം 10,000-ഓളം രൂപ മരുന്നിന് തന്നെ ചെലവുണ്ട്. ഇന്ന് 16 ദിവസമായി. എല്ലാവരും സഹായം, ഞങ്ങളാവുന്ന സഹായം ഞങ്ങളും ചെയ്യുന്നുണ്ട്. ഈ സഹായ കൂട്ടായ്മയിലേക്ക് ബാക്കിയുള്ളവരും കൂടി ഒന്ന് സഹായിച്ചു തന്നാൽ അവനെ രക്ഷപ്പെടുത്തി ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ കുടുംബത്തെ എന്തായാലും കൈവിടില്ല എന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാവരും സഹായിക്കണം എന്നാണ് ഞങ്ങളുടെയും ഒരു അഭ്യർത്ഥന ഉള്ളത്.